നമസ്തേ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ചതുർത്ഥി വിഭക്തിയുടെ പാണിനി സൂത്രമനുസരിച്ചിട്ടുള്ള ക്ലാസ്സാണ് എടുത്തത്. അതേ ചതുർത്ഥി വിഭക്തിയിൽ മറ്റു കുറച്ച് നിയമങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഏതാണ് എന്ന് ഇവിടെ നോക്കൂ, ഞാൻ എഴുതിയിട്ടുണ്ട്. നമസ്വസ്തി സ്വാഹ സ്വധാലം വഷഡ്യോഗാച്ച. ഇതൊരു സൂത്രമാണ്. നമസ്വസ്തി സ്വാഹ സ്വധാലം വഷഡ്യോഗാച്ച ഏഭിർ യോഗേ ചതുർത്ഥി സ്യാദ്. ഇതിനെ നമ്മളൊന്ന് പദച്ഛേദം ചെയ്യാം. നമഃ, സ്വസ്തി, സ്വാഹ, സ്വധ, അലം, വഷഡ്. ഇവ വരുന്ന സമയത്ത് ചതുർത്ഥി വിഭക്തി ആകും എന്നാണ് ആ സൂത്രാർത്ഥം. ഓക്കെ, ഈ ഒരു 6 പദങ്ങൾ നമഃ, സ്വസ്തി, സ്വാഹ, സ്വധ, അലം, വഷഡ് ഇവ വരുമ്പോൾ ചതുർത്ഥി മാത്രമേ ഉപയോഗിക്കാവൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇവ ഓരോന്നിൻ്റെയും ഉദാഹരണം നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് നമഃ, അല്ലേ? എല്ലാവർക്കും അറിയാം നമഃ, നമസ്കാരം എന്നത്. മന്ദിരങ്ങളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലേ? ശിവായ നമഃ, കൃഷ്ണായ നമഃ, ഗണപതയേ നമഃ, ഹരയേ നമഃ, വിഷ്ണവേ നമഃ. ഇവിടെ ഹരയേ എന്നത് ഹരി ശബ്ദത്തിൻ്റെ ചതുർത്ഥി വിഭക്തിയാണ് ഹരയേ. അപ്പോൾ ഇവിടെ നമഃ എന്ന് വരുന്നത് കൊണ്ട് ആർക്കായിക്കൊണ്ടാണോ നമ്മൾ നമസ്കാരം ചെയ്യുന്നത് ആ പദത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരിൻ്റെ ചതുർത്ഥി വിഭക്തി ഹരിയാണെങ്കിൽ ഹരയേ എന്ന് വരും. ഹരയേ നമഃ. അതുപോലെ വിഷ്ണു ശബ്ദം ഉകാരാന്ത ശബ്ദമാണ്. ആ വിഷ്ണു ശബ്ദത്തിനാണ് നമ്മൾ നമസ്കാരം സമർപ്പിക്കണമെങ്കിൽ, നമസ്കാരം പറയുകയാണെങ്കിൽ വിഷ്ണു എന്നതിൻ്റെ ചതുർത്ഥി വിഷ്ണവേ, വിഷ്ണവേ നമഃ. അതുപോലെ ഗുരു ആണെങ്കിൽ ഗുരവേ നമഃ. ഗണപതി ആണെങ്കിൽ ഗണപതയേ നമഃ. ഓക്കെ, ഇങ്ങനെ ഏത് പദമാണോ ഏത് വ്യക്തിക്കാണോ നമ്മൾ സമർപ്പിക്കുന്നത് ആ വ്യക്തിയുടെ പേരിൻ്റെ ചതുർത്ഥി വിഭക്തി നമ്മൾ ഇവിടെ ഉപയോഗിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ മന്ദിരത്തിൽ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞല്ലോ, അല്ലേ? ഇപ്പോൾ ശിവായ നമഃ, ശിവഃ എന്ന അകാരാന്ത ശബ്ദത്തിൻ്റെ ചതുർത്ഥിയാണ് ശിവായ നമഃ. അതുപോലെ കൃഷ്ണഃ, അല്ലേ? അകാരാന്ത ശബ്ദമാണ്. അതേ ശബ്ദത്തിൻ്റെ ചതുർത്ഥിയാണ് കൃഷ്ണായ. ഓക്കെ, അതെ. ഇതിപ്പോൾ നമ്മൾ പുരുഷന്മാരുടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതേപോലെ സ്ത്രീ ദൈവങ്ങൾക്കും ഉണ്ട്. സരസ്വതി എന്നാണെങ്കിൽ ആ സരസ്വതി എന്ന ശബ്ദത്തിൻ്റെ ചതുർത്ഥി സരസ്വത്യൈ എന്നാണ് വരിക. അപ്പോൾ നമ്മൾ നമസ്കാരം പറയുമ്പോൾ സരസ്വത്യൈ നമഃ, ദേവ്യൈ നമഃ, ഗംഗായൈ നമഃ, മാത്രേ നമഃ, അമ്മയ്ക്കായി കൊണ്ട് നമസ്കാരം, ഗംഗാദേവിക്ക് നമസ്കാരം, ദേവിക്ക് നമസ്കാരം എന്ന് നമ്മൾ നമഃ പ്രയോഗിക്കുമ്പോൾ ചതുർത്ഥി വരികയുള്ളൂ എന്ന് ഈ സൂത്രത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമഃ എന്നത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് സ്വസ്തി. നമുക്ക് നോക്കാം എന്താണ് അതിൽ ഉദാഹരണങ്ങളെന്ന് നമുക്ക് നോക്കാം. സ്വസ്തി എന്ന് പറഞ്ഞാൽ മംഗളം ഭവിക്കട്ടെ എന്നാണ്, മംഗളം ഉണ്ടാകട്ടെ എന്നൊരർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഉദാഹരണം, സ്വസ്തി പ്രയോഗിക്കുന്ന സമയത്ത് ചതുർത്ഥി വരണം. രണ്ടാമത്തെ ഉദാഹരണം, പ്രജാഭ്യഃ സ്വസ്തി. പ്രജകൾക്കായിക്കൊണ്ട്
സ്വസ്തി ഉണ്ടാകട്ടെ. ഓക്കെ, ജനേഭ്യഃ സ്വസ്തി, പുത്രേഭ്യഃ സ്വസ്തി. അങ്ങനെ സ്വസ്തി ശബ്ദം വരുമ്പോഴും ഏതു വിഭക്തിയാണ്? ചതുർത്ഥി. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് സ്വാഹ. കേട്ടിട്ടുണ്ടാവും അല്ലേ? സ്വാഹ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോമം ചെയ്യുന്ന സമയത്തെല്ലാം അവിടെ സ്വാഹ എന്ന മന്ത്രം ഒരുപാട് വരും. അപ്പോൾ ആ സ്വാഹയാണ് ഇവിടെ ചതുർത്ഥി വരികയുള്ളൂ എന്ന് പറയുന്നത്. സ്വാഹ പ്രയോഗിക്കുമ്പോഴും ചതുർത്ഥിയെ ഉപയോഗിക്കാവൂ. ഉദാഹരണം, അഗ്നയേ സ്വാഹ. നമ്മൾ ഹോമകുണ്ഡത്തിൽ അർപ്പിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാം അഗ്നിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം അഗ്നയേ സ്വാഹ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ സ്വാഹ എന്ന് പ്രയോഗിക്കുമ്പോഴും ചതുർത്ഥി, അതിവിടെ ഹോമകുണ്ഡത്തിൽ അവിടെ പ്രയോഗിക്കുന്ന ഒരു മന്ത്രമായിട്ട് നമുക്ക് സ്വീകരിക്കാം. ഇനി നാലാമത്തത് സ്വധ. ഈ സ്വധ എന്നതും ചതുർത്ഥിയെ ഉപയോഗിക്കാവൂ. എപ്പോൾ ഉപയോഗിക്കണം? പിതൃതർപ്പണം ചെയ്യുന്ന സമയത്ത്. നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി ബലി ചെയ്യില്ലേ? അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കുന്ന മന്ത്രമാണ് സ്വധ. പിതൃഭ്യഃ സ്വധ, പിതൃകൾ കൈകൊണ്ട് സമർപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ഈ മന്ത്രം, സ്വധ എന്ന മന്ത്രം ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് സ്വധ. അപ്പോഴും ചതുർത്ഥിയെ വരികയുള്ളൂ. അതാണ് ഇവിടെ പിതൃ എന്ന ഋകാരാന്ത ശബ്ദത്തിൻ്റെ ചതുർത്ഥി വിഭക്തി ബഹുവചനം. പിതൃഭ്യഃ, പിതൃക്കൾക്കായിക്കൊണ്ട്. ഒരുപാട് പിതാക്കന്മാരുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് എന്ന് പറയുകയാണ് ഇവിടെ. ഓക്കെ, സ്വധ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇച്ഛയാൽ എന്നൊരർത്ഥം കൂടി. കാരണം ഇപ്പോൾ ചെയ്യുന്ന ആൾ അവരുടെ ഇഷ്ടപ്രകാരമാണല്ലോ ബലിതർപ്പണം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു അർത്ഥം കൂടി വരാം. ഇനി അടുത്തത് അലമാണ്. അലത്തിൻ്റെ ഒരു സൂത്രം താഴെ വരുന്നുണ്ട്, നമുക്കത് ആ സമയത്ത് നോക്കാം. പിന്നെ ലാസ്റ്റ് വണ്ണാണ് വഷഡ്. ഇതും ഒരു മന്ത്രമാണ്. ഈ വഷഡ് വരുമ്പോഴും ചതുർത്ഥിയെ വരികയുള്ളൂ. അപ്പോൾ ഈ വഷഡ് എവിടെയാണ് ഉപയോഗിക്കുക? ദേവന്മാർക്ക് വേണ്ടി സമർപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മന്ത്രമാണ് വഷഡ്. ഉദാഹരണം, ഇന്ദ്രായ വഷഡ്, ഇന്ദ്രനായി കൊണ്ട് സമർപ്പിക്കുന്നു. ആ സമർപ്പണം എന്ന് പറയുമ്പോൾ അവിടെ ഹവിസ്സുകൾ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ സമർപ്പിക്കുന്ന സമയത്താണ് ഇവിടെ വഷഡ് യൂസ് ചെയ്യുന്നത്. ഇന്ദ്രായ വഷഡ്. ഓക്കെ, അതുപോലെ വരുണായ വഷഡ്. അങ്ങനെ ദേവന്മാർക്ക് വേണ്ടി സമർപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മന്ത്രമാണ് വഷഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ സ്വധ എന്നും, അതുപോലെ സ്വാഹ എന്നത് അഗ്നിക്ക് വേണ്ടി സമർപ്പിക്കുന്ന സമയത്തും, അതുപോലെ വഷഡ് ദേവന്മാർക്ക് വേണ്ടി സമർപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളുമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അലമുണ്ടല്ലേ, നമുക്ക് നോക്കാം. സൂത്രം നോക്കിക്കോളൂ. അലം എന്നതിൻ്റെ വിശദീകരണം: അലമിതി പര്യാപ്താർത്ഥഗ്രഹണം. അലം എന്നത് പര്യാപ്താർത്ഥത്തിലാണ് സ്വീകരിക്കുക. അങ്ങനെ പര്യാപ്തമായ അർത്ഥമാണെങ്കിൽ അത് ചതുർത്ഥിയിലായിരിക്കും. പര്യാപ്തം എന്ന് പറഞ്ഞാൽ മതി
എന്നൊരർത്ഥം. ഓക്കെ, അത് നമുക്ക് ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അലം എന്നത് പര്യാപ്താർത്ഥഗ്രഹണം, പര്യാപ്തമായ അർത്ഥം എടുക്കുന്ന സമയത്ത് അലം ഉപയോഗിക്കാം. ഉദാഹരണം, ദൈത്യേഭ്യോ ഹരിഹി അലം. ദൈത്യന്മാർക്ക് വേണ്ടി ഹരി മതി എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുവാൻ വേണ്ടി ഹരി പര്യാപ്തമാണ്. ഓക്കെ, അടുത്ത ഉദാഹരണം, രാവണായ രാമഃ അലം. രാവണനെ കൊല്ലുവാനായിക്കൊണ്ട് രാമൻ മതി, രാമൻ പര്യാപ്തമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള അർത്ഥങ്ങളിൽ നമുക്ക് അലം എന്ന ശബ്ദം ഉപയോഗിക്കാം. ദൈത്യേഭ്യോ ഹരിഹി അലം, രാവണായ രാമഃ അലം എന്നിങ്ങനെ നമ്മുടെ എന്താ പറയുക, ഇതിഹാസങ്ങൾ, പുരാണങ്ങളിലെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അത് വെച്ചിട്ടൊന്ന് പ്രയോഗിച്ച് നോക്കുക. ഓക്കെ, ഈ 2 ഉദാഹരണങ്ങളിലൂടെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. അതിനാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഉദാഹരണം കൊണ്ടുവന്നത്. രാവണായ രാമഃ അലം, ദൈത്യേഭ്യോ ഹരിഹി അലം എന്നിങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഉദാഹരണം കൊണ്ടുവന്നത്. ഓക്കെ, ധന്യവാദः.